കൊൽക്കത്ത ലോ കോളേജിൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്തു. തൃണമൂൽ നേതാവും 2 വിദ്യാർത്ഥികളും അറസ്റ്റിൽ. ഈ ആഴ്ച ആദ്യം കൊൽക്കത്തയിലെ ഒരു നിയമ കോളേജിൽ ഒരു സ്ത്രീ കൂട്ടബലാത്സംഗത്തിന് ഇരയായി എന്നായിരുന്നു ആരോപണം. പരാതി പ്രകാരം ബുധനാഴ്ച വൈകുന്നേരം 7:30-നും 10:50-നും ഇടയിൽ സൗത്ത് കൽക്കട്ട ലോ കോളേജ് ക്യാമ്പസിനുള്ളിൽ വെച്ചായിരുന്നു സ്ത്രീ കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. സ്ത്രീയുടെ പരാതിയെ അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണത്തിൽ 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 3 പുരുഷന്മാരെയും ഒരു സ്റ്റാഫിനെയും അറസ്റ്റ് ചെയ്തു. കോളേജിലെ മുൻ വിദ്യാർത്ഥിനിയും ഭരണകക്ഷിയുമായ തൃണമൂൽ കോൺഗ്രസിന്റെ നിലവിലെ വിദ്യാർത്ഥി വിഭാഗ നേതാവുമാണ് ജീവനക്കാരി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഫോമുകൾ പൂരിപ്പിക്കാൻ 24-കാരിയായ പെൺകുട്ടി കോളേജിൽ എത്തിയതായി പോലീസ് വൃത്തങ്ങൾ ഇന്ത്യ ടുഡേ ന്യൂസിനോട് പറഞ്ഞു. അവരുടെ പരാതി പ്രകാരം അവർ ആദ്യം കോളേജ് യൂണിയൻ മുറിക്കുള്ളിലാണ് ഇരുന്നത്. പിന്നീട് പ്രധാന പ്രതി കോളേജിന്റെ പ്രധാന ഗേറ്റ് പൂട്ടാൻ നിർദ്ദേശിച്ചു. കൂടാതെ ക്യാമ്പസിലെ സെക്യൂരിറ്റി ഗാർഡിന്റെ മുറിക്കുള്ളിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ടതായി അവർ ആരോപിച്ചു. സ്ത്രീയുടെ പരാതിയെ അടിസ്ഥാനമാക്കിയുള്ള എഫ്ഐആർ പ്രകാരം തൃണമൂൽ കോൺഗ്രസ് ഛത്ര പരിഷത്തിന്റെ സൗത്ത് കൊൽക്കത്ത ജില്ലയുടെ മുൻ വിദ്യാർത്ഥിയും നിലവിലെ ജനറൽ സെക്രട്ടറിയുമായ മോണോജിത് മിശ്ര, 1-ാം വർഷ വിദ്യാർത്ഥിയായ സായിബ് അഹമ്മദ്, മറ്റൊരു വിദ്യാർത്ഥിയായ 20 വയസ്സുള്ള പ്രമിത് മുഖർജി എന്നിവരാണ് പ്രധാന പ്രതികൾ.